ഈ വീഡിയോ മനസ്സാക്ഷിയുള്ളവർക്കായി സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചേക്കാം. കാരണം നാളെ ഇത് ലോകത്തെവിടെയും സംഭവിക്കാം. 21 യുവാക്കൾ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു? ആ നീച കൊലപാതകങ്ങൾ എന്തിനായിരുന്നു? ആരാണത് ചെയ്തത്? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിലെ ക്രൈസ്തവ സഭയാണ് കോപ്റ്റിക് സഭ. ആ സഭയിലെ 20 യുവാക്കൾ ജോലി അന്വേഷിച്ച് ലിബിയയിലെ സിർട്ടയിലേക്ക് പോയി. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന ശക്തമായിരുന്ന സമയം. 2015 ഫെബ്രുവരി 12 നിർമ്മാണ തൊഴിലാളികളായ അവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് സിർട്ടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. 20 കോപ്റ്റിക് ക്രിസ്ത്യാനികളെയും ഒരു ഖാനാക്കാരനെയുമാണ് IS തട്ടിക്കൊണ്ടുപോയത്. ക്രൈസ്തവരാണ് എന്ന് മനസ്സിലാക്കിയ ഭീകരർ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന ഭീഷണിക്ക് മുൻപിൽ ആ യൗവനക്കാർ തളർന്നില്ല. അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. അവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ ക്രൂരമായി പീഡിപ്പിച്ചു. അവരുടെ കുടുംബങ്ങൾ ദിവസങ്ങളോളം അവരെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ പിടിച്ചു നിന്നു. എന്നാൽ 2015 ഫെബ്രുവരി 15 ISന്റെ മാധ്യമ വിഭാഗമായ അൽ ഹയാത്ത് ലിബിയയിലെ സിർട്ടയിലെ തെക്കൻ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് IS കുരിശിൻ്റെ രാഷ്ട്രത്തിന് രക്തം കൊണ്ട് ഒപ്പിട്ട സന്ദേശം എന്ന തലക്കെട്ടിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു. ആ വീഡിയോയിൽ മനുഷ്യത്വം മറന്നുപോയ ഭീകരന്മാർ നിഷ്കളങ്കരായ 21 പേരുടെയും തലകൾ വെട്ടിമാറ്റുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ശിരച്ഛേദം ചെയ്യുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ എഡിറ്റ് ചെയ്ത ഓഡിയോ ക്ലിപ്പിൽ അവരിൽ പലരും "ഓ ലോർഡ് ജീസസ്" എന്നർത്ഥം വരുന്ന "യാ റബ്ബ് യേശുവ" എന്ന് നിലവിളിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 2015 ഏപ്രിൽ 19 IS മറ്റൊരു വീഡിയോ പുറത്തിറക്കി. അതിൽ എത്യോപ്യൻ ക്രിസ്ത്യാനികളായ 30 പേരെ കൊലപ്പെടുത്തുന്നതായിരുന്നു. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചെങ്കിലും അതവർ നിരസിച്ചതിനാൽ കോപ്റ്റിക് സഭ അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. പിന്നീട് കോപ്റ്റിക് സഭ രക്തസാക്ഷികളുടെ പേരുകൾ പുറത്തുവിട്ടു. പക്ഷേ 20 പേരുകൾ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. 21ാമത്തെ രക്തസാക്ഷിയുടെ പേര് മാത്യു അയാരികയാണെന്നും അദ്ദേഹം ഖാനയിൽ നിന്നുള്ള ആളാണെന്നും പിന്നീട് മനസ്സിലായി. "ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അവരെപ്പോലെയാണ്" എന്ന് അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ അദ്ദേഹം അത്ര വലിയ ക്രിസ്തുഭക്തനൊന്നും ആയിരുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ വലിയ വിശ്വാസം കണ്ട് തീവ്രവാദികൾ അദ്ദേഹത്തോട് യേശുവിനെ നിരാകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞതിന് താൻ കൊല്ലപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും അവരുടെ ദൈവം എൻ്റെയും ദൈവമാണ് എന്ന ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞതായി വ്യക്തമാക്കപ്പെട്ടു. സിർട്ടിൽ നിന്നും IS പോരാളികളെ പുറത്താക്കിയ ശേഷം രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലം കണ്ടെത്തിയതായി ലിബിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. കൂട്ടക്കൊലയ്ക്കിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭീകരനെ ലിബിയൻ സൈന്യം അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥലം കണ്ടുപിടിക്കാനായത്. പിന്നീട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള DNA സാമ്പിളുകൾ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള DNA സാമ്പിളുകളുമായി താരതമ്യം ചെയ്യാൻ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റും മുന്നിട്ടിറങ്ങി. DNA സാമ്പിളുകൾ ഒത്തുനോക്കിയതോടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് 20 ഈജിപ്തുകാരുടെ മൃതദേഹങ്ങൾ സഭ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഒരു വർഷത്തിന് ശേഷം 2019 ജൂലൈ 25 കോപ്റ്റിക് സഭ കെയ്റോയിലെ ലിബിയൻ എംബസിയോട് മാത്യു ഐരാഗി എന്ന ഖാന സ്വദേശിയുടെ മൃതദേഹം ഈജിപ്തിലേക്ക് അയക്കാൻ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് 2020 സെപ്റ്റംബർ 29 മാത്യു ഐരാഗിയുടെ മൃതദേഹം ഈജിപ്തിൽ അൽ ഔറിലെ രക്തസാക്ഷികളുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ചർച്ച് ഓഫ് ദി മാർട്ടിയേഴ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോംലാൻഡ് എന്ന ദേവാലയത്തിൽ സ്വീകരിച്ചു. മറ്റ് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ മാത്യു അയാരഗിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഈജിപ്തിൽ എത്തിച്ച് സംസ്കരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. 21 ക്രൈസ്തവ സഹോദരങ്ങളുടെ തല വെട്ടിമാറ്റിയതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ചിലത്. ഈജിപ്ത് പ്രസിഡന്റ് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഉന്നത സുരക്ഷാ ഏജൻസിയുമായി അടിയന്തര യോഗം വിളിച്ചു. തൻ്റെ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ
രാജ്യത്തിന് പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. ലിബിയയിൽ നിന്ന് ഈജിപ്തുകാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം അദ്ദേഹം ആരംഭിച്ചു. ലിബിയയിലേക്കുള്ള തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ, ഫ്രഞ്ച് പ്രസിഡന്റ്, ഹോളണ്ട് US സ്റ്റേറ്റ് സെക്രട്ടറിമാർ എന്നിവരും ഈ കൊലപാതകങ്ങളെ അപലപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചു. സ്കോട്ട്ലൻഡ് ചർച്ചിൻ്റെ പൊതുസഭയുടെ മോഡറേറ്ററുമായുള്ള ഒരു എക്യൂമെനിക്കൽ യോഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അവർ യേശു എന്നെ സഹായിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ രക്തം നിലവിളിക്കുന്ന സാക്ഷ്യമാണിത്. അവർ കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ കോപ്റ്റിക്കുകളോ ലുതറൻസോ ആകട്ടെ, അത് പ്രശ്നമല്ല, അവർ ക്രിസ്ത്യാനികളാണ് എന്ന ഐക്യ സന്ദേശം മാർപ്പാപ്പ ഇവിടെ മുഴക്കി. ഹംഗറിയിലെ വിദേശ വ്യാപാര മന്ത്രാലയം 21 രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകി. എന്നാൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ ഇരകളെ ക്രിസ്ത്യാനികളായല്ല, പകരം ഈജിപ്ഷ്യൻ പൗരന്മാരായിട്ടാണ് പരാമർശിച്ചത്. അത് ആ സമയത്ത് ഏറെ വിവാദമുണ്ടാക്കിയ ഒരു പരാമർശമായിരുന്നു. ഫെബ്രുവരി 16 പുലർച്ചെ ഈജിപ്ഷ്യൻ സൈന്യം ലിബിയയിലെ IS കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. വ്യോമാക്രമണം IS പരിശീലന സ്ഥലങ്ങളെയും ആയുധ ശേഖരങ്ങളെയും ലക്ഷ്യമാക്കി. ഈ ആക്രമണങ്ങളിൽ ഒരു തീവ്രവാദിയും കൊല്ലപ്പെട്ടതായി അറിയില്ല. എന്നാൽ സാധാരണക്കാർ പലരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. 21 രക്തസാക്ഷികൾ മരിച്ചിട്ട് ഫെബ്രുവരി 15 11 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്നും ക്രൈസ്തവർക്ക് നേരെ നിർത്താത്ത വെടിയൊച്ചകളും ആക്രമണങ്ങളും എതിർപ്പിൻ്റെയും സ്വരമാണ് പലയിടത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷവും ക്രൈസ്തവരുടെ രക്തം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നൈജീരിയയിൽ നൂറുകണക്കിന് ക്രൈസ്തവരുടെ രക്തം ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നു. അവസാനിക്കാത്ത കൊലവിളിയുമായി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.